നമ്മളെല്ലാവരും എന്താ പറയണത്, രാവിലെ തന്നെ എണീറ്റിട്ട് സത്സംഗത്തിലാണ് കൂടിയിരിക്കുന്നത്, അസത്സംഗമല്ല. അപ്പൊ ഈ ഭക്തിരസാമൃത സിന്ധുവില് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള എല്ലാ ശ്ലോകങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പക്ഷേ ഇതിനൊക്കെ ഒരു ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ശ്ലോകം ഭക്തിരസാമൃത സിന്ധുവിലുണ്ട്. അത് ഇൻട്രഡക്ഷനിൽ പറയുന്നതാണ്. അത് എന്താണെന്ന്, അതായത് ആദ്യത്തെ അതിൽ തന്നെ വരുന്നതാണ്. എന്താ ശ്ലോകമെന്ന് ആർക്കെങ്കിലും അറിയോ? എന്താണ്? അന്യാഭിലാഷിതാശൂന്യം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. പറയണം. ആനുകൂല്യേന കൃഷ്ണാനുശീലനം ഭക്തിയുത്തമ. ഹരേ കൃഷ്ണ. അന്യാഭിലാഷിതാശൂന്യം ജ്ഞാന കർമ്മ ആദി അനാവൃതം ആനുകൂല്യേന കൃഷ്ണാണു ശീലനം ഭക്തിരുത്തമം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഉത്തമ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നിനോടും ആഗ്രഹമില്ലാതെ, ഒന്നിനോടും ഒരു തരത്തിലുള്ള ആഗ്രഹവുമില്ലാതെ ഭഗവാൻ ശ്രീകൃഷ്ണനെ സംതൃപ്തനാക്കുക എന്നുള്ള ഒരു ത്വരയോട് കൂടിയിട്ട് ചെയ്യുന്നതിനെ, അതാണ് ഉത്തമ ഭക്തി എന്ന് പറയുന്നത്. അവിടെ ജ്ഞാനവും കർമ്മവും കൂടിയിട്ട്, അതായത് ജ്ഞാനവും കർമ്മത്തിനും അവിടെ ഒരു തരത്തിലുള്ള ജോലിയും ഇല്ല. അതായത് ജ്ഞാനവും കർമ്മവും ഒന്നുമല്ല. ഉത്തമ ഭക്തിയാണ് അവിടെ എല്ലാം. ജ്ഞാനകർമ്മത്തിലൂടെ നമ്മൾ പോകുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജ്ഞാനം, നമ്മൾ ജ്ഞാനത്തിനെ കുറിച്ച് കൂടുതൽ പിന്നെ മെഡിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും. പിന്നെ നമ്മൾ ഭഗവാനാണോ മറ്റേതാണോ വലുത് എന്നുള്ള ചിന്ത നമുക്ക് വരും. ഇതൊക്കെ ഈ ജ്ഞാനത്തിന്റെയും കർമ്മത്തിന്റെയും കൂടെ, അതായത് കർമ്മമിശ്ര ഭക്തി, ജ്ഞാനമിശ്ര ഭക്തി എല്ലാം നമ്മൾ ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണത്. അപ്പൊ അതിന്റെ ഒന്നും ഹെൽപ്പില്ലാതെ ഭഗവാനെ മാത്രം കേന്ദ്രീകരിച്ച് ചെയ്യുന്ന ഭക്തിനെ ഉത്തമ ഭക്തി എന്ന് പറയുന്നു. അപ്പൊ ഈ ഉത്തമ ഭക്തി ചെയ്യുമ്പോൾ ഇതിനെ ചെയ്യാനായിട്ട് നമുക്ക് എന്താണ്, അല്ലെങ്കിൽ ഈ ഉത്തമ ഭക്തരാവാൻ വേണ്ടിയിട്ട് എന്തെല്ലാം സവിശേഷതകള്, അല്ലെങ്കിൽ ഉത്തമ ഭക്തന്മാരായി തീർന്നു കഴിഞ്ഞാൽ അവരിൽ എന്തെല്ലാം സവിശേഷതകൾ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങൾ പറഞ്ഞല്ലേ, ഞാൻ പറയാം. ഞാൻ എൻ്റെ ഇയർഫോൺ ഒന്ന് എടുത്തോട്ടെ, ഒരു മിനിറ്റ്. എൻ്റെ ബ്ലൂടൂത്ത് ഒരേ ഒരു മിനിറ്റ്.
ഒരേ ഒരു മിനിറ്റ്, ഞാൻ കണക്ട് ചെയ്ത് നോക്കുന്നേ. രക്ഷയില്ല, ഞാൻ മക്കളെ ഇതൊക്കെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ശരി, അപ്പൊ നമുക്ക് അതില്ലാതെ സംസാരിക്കാം. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിച്ചു, അതിന് ആരെങ്കിലും ഉത്തരം കിട്ടിയോ? ഇല്ല പ്രഭു, ആരും പറഞ്ഞില്ല രണ്ടാമത്തെ ശ്ലോകം. ഹരേ കൃഷ്ണ. ആരും പറഞ്ഞില്ല. ഇല്ല, പ്രഭു തന്നെ പറയണം. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. നമ്മള് ഭക്തന്മാരായി കഴിഞ്ഞാല് നമുക്ക് ചില സ്പെഷ്യൽ ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാവും. കാരണം നമ്മൾ പഠിക്കുന്നത് ഭക്തി രസാമൃത സിന്ധു എന്ന് പറഞ്ഞ പുസ്തകത്തെ കുറിച്ചിട്ടാണ്. അപ്പൊ ഈ പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഓർമ്മ ഉണ്ടാവണം. അല്ലെങ്കിൽ ഇതിന്റെ പ്രീ റിക്വസ്റ്റീവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഭക്തിയെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ പഠിക്കുന്നത്. പേടിക്കേണ്ട കേട്ടോ ആരും. അയ്യോ ഞങ്ങള് പ്രഭു ഇങ്ങനെ ഭക്തിയെ കുറിച്ച് പറയണ, അവസാനം ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ഭക്തിയിൽ നമ്മൾ മുന്നോട്ട് പോകും തോറും നമുക്ക് സാധാരണ ഭക്തി എന്ന് വെച്ച് കഴിഞ്ഞാല് ചാൻഡിങ് ചെയ്താൽ മതിയല്ലോ. തീർച്ചയായിട്ടും ചാൻഡിങ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ചാൻഡിങ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതിനെ നമുക്കൊരിക്കലും എന്താ പറയണത്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ചാൻഡ് ചെയ്യണ്ട, ഞാൻ ചാൻഡ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞും പറയാൻ പറ്റില്ല. ചാൻഡ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കണ്ടിന്യൂ ചെയ്തേ മതിയാവും. അത് ഇനി എത്ര വർഷമായാലും വേണ്ടില്ല. ഇനി നിങ്ങൾ 50 വർഷം ഇസ്കോണിലാണെങ്കിൽ കൂടിയിട്ട് ചാൻഡിങ്, ഞാൻ 50 വർഷം ചാൻഡ് ചെയ്ത് ഇനി ചാൻഡ് ചെയ്യേണ്ട ആ ഒരു പ്രോസസ്സ് വേണ്ട. കാരണം ഹരിദാസ് ഠാക്കൂർ 3 ലക്ഷം തവണയാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലിയിരുന്നത്. ഈ 3 ലക്ഷം തവണ എന്ന് പറയുമ്പോൾ 364 മാല ചെയ്യുന്ന സമയം, അതായത് ഏകദേശം 64 എത്രയായി? 138 അല്ലെ? 138 പ്ലസ് ഒരു 64. 138ഉം 64ഉം എത്രയായി? 8 6ഉം എത്രയാണ് വരുന്നത്? 138 പ്ലസ് 60. 128 അത് 138 അല്ല വരുന്നത്. 6 6 12. ഓക്കെ 128. 128ഉം ഒരു 64ഉം 192, 192 മാല അല്ലേ? കറക്റ്റ് ആണോ? ഞാൻ 192. ഒരു ദിവസം അദ്ദേഹം ജപിച്ചിരുന്ന മാലയാണ് അതായത് ഹരിദാസ് ഠാക്കൂർ ഒരു ദിവസം 192 മാല ജപിച്ചിരുന്നു. ഈ 192 മാല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇപ്പൊ നമ്മുടെ സമയം നോക്കി കഴിഞ്ഞാല് നമ്മുടെ മാല ജപിക്കുന്ന ആളുകള് മിനിമം ഒരു മാല ജപിക്കാൻ വേണ്ടിയിട്ട് ചിലവർക്ക് 6 മിനിറ്റ് വെച്ചോളൂ. 6 മിനിറ്റ് വേണം. അതിനേക്കാൾ താഴെയാണെങ്കിൽ, അതായത് 4 മിനിറ്റൊക്കെ വെക്കുകയാണെങ്കിൽ ആ ചാൻഡിങ്ങിനെ കുറച്ച് ശ്രദ്ധിക്കേണ്ടി വരും. ചിലവർക്ക് 5 മിനിറ്റിൽ കഴിക്കുന്നവരുണ്ട്. ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ, ചാൻഡിങ് അങ്ങനെ പോകണമെന്നുള്ളവരും. അപ്പൊ ഇവിടെ നമ്മളൊരു 6 മിനിറ്റ് പിടിക്കുകയാണെങ്കിൽ 1 മണിക്കൂറിൽ 10 മാല ജപിക്കാൻ സാധിക്കും. 2 മണിക്കൂറിൽ 20 മാല. നോർമലി ഒരാൾക്ക് ഒരു 2 മണിക്കൂർ വേണം 16 മാല ചെയ്ത് ചേർക്കാൻ വേണ്ടിയിട്ട്. അതായത് ഞാൻ 6 മിനിറ്റ് എന്ന് പറഞ്ഞതൊരു ആവറേജ് ആണ് കേട്ടോ പറഞ്ഞത്. ചിലവർ എക്സ്ട്രാ ടൈം എടുക്കുന്നവരുണ്ട്, ചിലവർ എൻജോയ് ചെയ്ത് ചാൻഡ് ചെയ്യുന്നവരുണ്ട്. നാമജപം
വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് എൻജോയ് ചെയ്ത് ചെയ്യുന്നവരുണ്ട്. അവർക്ക് കുറച്ചും കൂടി സമയം കൂടിയേക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഏകദേശം 16 മാലയ്ക്ക് 2 മണി നേരം, അപ്പൊ 32 മാലയ്ക്ക് 4 മണി, അപ്പൊ 64 മാലയ്ക്ക് എത്ര സമയം വേണം? 8 മണിക്കൂർ. 8 മണിക്കൂർ. 8 × 3 24 മണിക്കൂർ. അപ്പൊ എത്ര സമയം നമ്മുടെ ഹരിദാസ് ഠാക്കൂർ എന്ന് പറഞ്ഞ ആ മഹാനായ ഭക്തൻ ഉറങ്ങിയിട്ടുണ്ടായിരിക്കും? വളരെ കുറച്ച്. അവരുടെ സ്റ്റാൻഡേർഡ് ഒന്നും നമുക്കില്ലേട്ടാ. നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ട് ഞാനും 64 മാല, ഞാനും 192 മാല ജപിക്കാൻ പറ്റുന്ന നമ്മളെ കൊണ്ട് സാധ്യമല്ല. അപ്പൊ അദ്ദേഹം വളരെ സമയം തീർച്ചയായിട്ടും റെസ്റ്റ് എടുത്തിരുന്നു, ഇല്ല എന്ന് പറയുന്നില്ല. അവർക്ക് ഈ പറഞ്ഞാൽ 1-2 മണിക്കൂർ കിട്ടിയിരുന്നു. പക്ഷെ ബാക്കി സമയം എല്ലാം ഹരിനാമത്തിലായിരുന്നു. അപ്പൊ ഈ ഹരിനാമത്തിനോട് നമുക്കൊരു രുചി ഉണ്ടാവണം. ഈ ഹരിനാമത്തിനോടുള്ള രുചി എങ്ങനെ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാല്, നാമത്തിനോട് രുചി ഉണ്ടാവണമെങ്കിൽ നമ്മളിൽ, വീണ്ടും ഞാൻ പറയണം, നമ്മളിൽ ചില ഗുണങ്ങൾ ഇൻവൈബ് ചെയ്യണം. നമ്മൾ ചില ഗുണങ്ങള്, ഒരു ഭക്തൻ ആവശ്യമായിട്ടുള്ള ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കണം. തീർച്ചയായിട്ടും നിങ്ങളിലുണ്ട്. അതിനൊന്ന് വെളിയിലേക്ക് കൊണ്ടുവരണം. ഇതെന്താണ്? ശ്രീമദ് ഭാഗവതത്തില് 4-ാമത്തെ സ്കന്ധത്തില് 31-ാമത്തെ അധ്യായത്തില് 16-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ദയയാ സർവഭൂതേഷു, ദയയാ സർവഭൂതേഷു സന്തുഷ്ട്യ യേന ഖേനവ. അതായത് നമ്മള് എല്ലാ ജീവജാലങ്ങളോടും ദയോടുകൂടി പെരുമാറണം. അത് എന്തു തന്നെയാവട്ടെ. ദയാ സർവഭൂതേഷു സന്തുഷ്ട്യ യേന ഖേനവ. അപ്പോ ഇത് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മള് ഒരു ശ്ലോകം കൂടി നോക്കാം, അടുത്തൊരു ശ്ലോകം നോക്കാം. അത് വന്നിട്ട് ഈശോപനിഷത്തിൽ നിന്നൊരു ശ്ലോകമാണ്. ഈ ശ്ലോകവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശ്ലോകമാണ് കേട്ടോ. രണ്ടും കണക്റ്റഡ് ആണ്. അതായത്, ഈശാ വാസ്യമിതം സർവം യത് കിഞ്ച ജഗത്യാഞ്ജഗത് തേന തെക്തേന ഭുഞ്ചീത മാകൃതസ്കശ്യ സിദ്ധനം. ഇതിലെന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരാൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങള് നമ്മുടെ തലയിൽ വരച്ചതുപോലെ തന്നെ സമയാസമയത്തിന് നമുക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. നമ്മള് സ്പെഷ്യൽ എൻഡിവർ ചെയ്തിട്ട് ഒരുപാട് അക്യൂമുലേറ്റ് ചെയ്യാൻ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് ഭഗവാൻ സപ്ലൈ ചെയ്തിരിക്കും. മറ്റുള്ളവരിൽ നിന്നും കൈയിട്ടെടുക്കേണ്ട ആവശ്യം നമുക്കില്ല. നിങ്ങള് പ്രാവുകള്, ഈ പക്ഷികളെ കണ്ടിരിക്കും. എവിടെയെങ്കിലും പക്ഷികൾക്ക്, ഏതെങ്കിലും സ്ഥലത്ത് പക്ഷികൾക്ക് ബാങ്ക് ബാലൻസ് ഉള്ളതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പക്ഷികൾ മാത്രം അല്ല, ഇനി ഏതെങ്കിലും ഒരു പശുവിനെ എടുത്തോളൂ, അതിന് ബാങ്ക് ബാലൻസ് ആയിട്ട് എവിടെയെങ്കിലും അവര് ചേർത്ത് വെക്കുന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കുമോ? ഇല്ല. അവർക്ക് ആവശ്യമായിട്ടുള്ളത് ആവശ്യമായ നേരത്ത് ഭഗവാൻ സപ്ലൈ ചെയ്യുന്നത് കൊണ്ട് അവര് അത് കഴിച്ച് സംതൃപ്തരാണ്. അവരെന്ത് ചെയ്യുന്നില്ല? ഒന്നും സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ല. നേരെ മറിച്ച് മനുഷ്യന്മാരങ്ങനെയാണോ? മനുഷ്യന്മാരങ്ങനെയല്ല. നമുക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടാവണം, വീട്ടില് എല്ലാം ഉണ്ടാവണം.
പക്ഷെ പണ്ടത്തെ കാലത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് കുചേലന്റെ സുദാമയുടെ കഥ നോക്കാം. സുദാമയുടെ കഥ നോക്കുമ്പോഴ് സുദാമ ഒരു ഉത്തമ ബ്രാഹ്മണനായിരുന്നു. വീട്ടിലൊരു വസ്തു ഉണ്ടാവില്ല. എന്താണ് ചെയ്യേണ്ടത്? ആ ബ്രാഹ്മണൻ തൊട്ടടുത്ത് മധുകരിക്ക് പോകുന്നു. മധുകരി എന്ന് വെച്ചാൽ ഭിക്ഷ യാചിക്കാൻ പോകുന്നു. ഭിക്ഷ യാചിച്ചിട്ട്, അത് നിർദ്ദിഷ്ടമായിട്ടുള്ള വീടുകളുണ്ട്, ഒരു കൗണ്ട് ഉണ്ട് കേട്ടോ. ഇന്നത്തെ മാതിരി എല്ലാ വീട്ടിലും കയറിയിട്ട് അവിടുന്ന് മേടിക്കുക എന്നുള്ളതല്ല. അതൊരു നിഷ്ഠ ഉണ്ടായിരുന്നു. അതായത് ഒരു നിശ്ചിത വീടുകളില്, ഒരു 7 വീടെന്ന 7 വീട്ടിൽ കയറിയിട്ട് എന്താണോ അവിടെ നിന്ന് ലഭിക്കുന്നത് അത് മാത്രം കഴിക്കും. ഇനി 7 വീട് കയറിയിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി തിരിച്ചു വരികയും ചെയ്യും. അപ്പോ ഉള്ളത് കൊണ്ട്, ലഭിക്കുന്നത് കൊണ്ട് സംതൃപ്തരാകുക, അതാണ് പണ്ടത്തെ കാലത്തെ രീതികൾ. നമുക്ക് കുചേലന്റെ കഥയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ ജീവജാലങ്ങളോടും വളരെ ദയയോടുകൂടി പെരുമാറണം. ഇനി അടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ദയ സർവഭൂതേഷു സന്തുഷ്ട്യ യേന കേനവ. നമ്മള് സംതൃപ്തരായിരിക്കണം, ഉള്ളത് കൊണ്ട് സംതൃപ്തരാവണം. നമുക്ക് എന്താണോ ഉള്ളത് കൊണ്ട് നമ്മൾ സംതൃപ്തരാകണം. അത് അത്യാവശ്യമാണ്. എന്താണോ നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് നമ്മൾ സംതൃപ്തരായിരിക്കണം. ഇതാണ് രണ്ടാമത്തെ ലൈൻ. അതായത് ദയ സർവഭൂതേഷു സന്തുഷ്ട്യ യേന കേനവ. അടുത്ത ലൈന് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഇല്ല പ്രഭു. ഓക്കെ, ആരാണ് ഹോസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കണം. എന്നൊന്ന് ലൈംലൈറ്റ് ചെയ്തേക്കണം. ഓക്കെ, പോട്ട്. അപ്പൊ നമ്മൾ ആദ്യത്തെ കാര്യം, എന്റെ ക്യാമറ ഓഫ് ആണ്. ഓ സോറി. ഓക്കെ, ഇപ്പൊ കാണാം. അതെന്റെ തെറ്റാണ്, എന്റെ ക്യാമറ ഓഫ് ആയിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു, ആദ്യത്തെ കാര്യം നമ്മൾ എന്താണ് പറഞ്ഞത്? ദയ സർവഭൂതേഷു, സർവഭൂതങ്ങളോടും സർവചരാചരങ്ങളോടും, നടക്കുന്നതാണോ നടക്കാത്തതാണോ ഒന്നിനോടും ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും പാടില്ല. കാരണം എന്താണ്? കാരണം ഭഗവാൻ ഭഗവത്ഗീതയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു മനസ്സിലാക്കി തരുന്നുണ്ട്. അർജുന, ഞാൻ സകല ജീവജാലങ്ങളുടെ ഹൃദയത്തിലും ഇരിക്കുന്നു. എന്താണ് ആ ശ്ലോകം? പ്രഭു നമ്മളെ ശ്ലോകത്തില് ഇതാക്കുകയാണല്ലോ, ഒന്ന് ചിന്ത ഉണ്ടാവും നിങ്ങൾക്ക് കേട്ടോ. സോറി, ഏതാണ് ആ ശ്ലോകം? ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശ അർജുന തിഷ്ഠതി. അപ്പൊ ഈശ്വരൻ സകല ചരാചരങ്ങളുടെ ഹൃദയത്തിലും ഇരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാം വീണ്ടും അതിലൊരു ക്വസ്റ്റ്യൻ വീണ്ടും ചോദിച്ചേക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ അവരോട് ദയോടുകൂടി പെരുമാറേണ്ടത്? അല്ലെങ്കിൽ എന്തിനാണ്? ഭഗവാൻ എല്ലാവരുടെ ഹൃദയത്തിലുമുണ്ട്. ഞാൻ എന്തിനാണ് മറ്റു ജീവജാലങ്ങളോട് ദയോടുകൂടി പെരുമാറേണ്ട കാരണം ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഞാൻ അഹം സർവസ്യ പ്രഭവോ മത്താ സർവം പ്രവർത്യതേ ഇതി മത്വാ ഭജന്തേ മാം ഭൂതഭാവ സമന്വിതഃ. അവിടെ ഭഗവാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്, എല്ലാം എന്നിൽ നിന്നുദ്ഭവിക്കുന്നു. അതിന്റെ അർത്ഥം
നമ്മുടെ പൂർവ പിതാവ് ഭഗവാനാണ്. അപ്പൊ അതേമാതിരി സകല ജീവജാലങ്ങളും ഭഗവാനിൽ നിന്ന് ഉത്ഭവിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ പൂർവപിതാവായിട്ടുള്ള ഭഗവാനിൽ നിന്നാണ് എല്ലാ ചരാചരങ്ങളും ഉത്ഭവിക്കുന്നത്. ആയതുകൊണ്ട് എല്ലാം ഭഗവാന്റെ അംശമാണ്. അങ്ങനെ ഭഗവാന്റെ അംശമായതുകൊണ്ട് നമ്മൾ അവരോട് സാഹോദര്യത്തോടും സ്നേഹത്തോടും കൂടി പെരുമാറണം. കാരണം നമ്മളും ഭഗവാന്റെ അംശമാണ്. അപ്പൊ നമ്മൾ ആദ്യം ദയ സർവഭൂതേഷു പറഞ്ഞു. അതിന് കണക്റ്റഡ് ആയിട്ടുള്ള ഈ ശ്ലോകങ്ങൾ പറഞ്ഞു. അപ്പൊ അതിന് കണക്റ്റഡ് ആയിട്ടുള്ള എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ദയോട് കൂടി പെരുമാറേണ്ടത് എന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഇനി അടുത്തത് സന്തുഷ്ട്യ ഏന കേനവ. ഇതിന് നമ്മളൊരു ശ്ലോകം പറഞ്ഞു. ഏതാണ്? ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന പുഞ്ചീത മാതൃത സ്പൃശ്യസിദ്ധനം. നമുക്ക് എന്താണോ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് യഥാസമയം നമുക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും ഭഗവാൻ. നമ്മൾ ഓവറായിട്ട് എൻഡിവർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി മൂന്നാമത്തെ കാര്യം ആ ശ്ലോകത്തിൽ പറയണത്. അപ്പൊ ആദ്യത്തെ ലൈൻ എന്താണ്? ദയ സർവഭൂതേഷു. നിങ്ങൾ എല്ലാവരും ഈ ശ്ലോകം പഠിക്കണം. ഇപ്പൊ തന്നെ ഞാൻ നിങ്ങളെന്നെ പഠിപ്പിച്ചു തരാം. ദയ സർവഭൂതേഷു, സർവഭൂതങ്ങളോടും ദയോടുകൂടി പെരുമാറണം. സന്തുഷ്ട്യ ഏന കേനവ. പിന്നെ നമ്മള് സന്തുഷ്ടന്മാരായിരിക്കണം. ഉള്ളത് ലഭിക്കുന്നത് കൊണ്ട് സംതൃപ്തരായിരിക്കുക. ഓക്കെ, ലഭിക്കുന്നത് എന്താണ് അതുകൊണ്ട് സംതൃപ്തി. അതായത് ഇതെല്ലാം ഭഗവാനാൽ നൽകപ്പെടുന്നതാണ്. എനിക്ക് ആവശ്യമുള്ളത് എൻ്റെ ഭഗവാൻ തരും. എനിക്ക് ആവശ്യമുള്ളത് എൻ്റെ ഭഗവാൻ തരും. ഞാൻ അതിനു വേണ്ടിയിട്ട് സ്പെഷ്യൽ എൻഡിവർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുന്ന വ്യക്തി, ആ വ്യക്തിക്ക് ഭഗവത് സാക്ഷാത്കാരം തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പൊ ആദ്യത്തെ ലൈന് ദയയാ സർവഭൂതേഷു, രണ്ടാമത്തെ ലൈന് സന്തുഷ്ട്യ ഏന കേനവ. ഇനി മൂന്നാമത്തെ ലൈന്, മൂന്നാമത്തെ ലൈനിൽ വളരെ രസകരമായിട്ട് പറയുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സർവേന്ദ്രിയോപശാന്ത്യാച്ച. സർവേന്ദ്രിയോപശാന്ത്യാച്ച എന്ന് വെച്ച് കഴിഞ്ഞാല് ങ്ങളെയും കൺട്രോള് ചെയ്തുകൊണ്ട്. സർവേന്ദ്രിയോപശാന്ത്യാച്ച എന്ന് പറയണം മൂന്നാമത്തെ ലൈൻ. അപ്പൊ ആദ്യത്തെ ലൈൻ ദയാ സർവഭൂതേഷു സന്തുഷ്ട്യ ഏന കേനവ. മൂന്നാമത്തെ ലൈന് സർവേന്ദ്രിയോപശാന്ത്യാച്ച. സർവ ഇന്ദ്രിയങ്ങളും ശാന്തിയോട് കൂടിയിട്ട്, സർവ ഇന്ദ്രിയങ്ങളും കൺട്രോൾ, ശാന്തി എന്ന് വെച്ചാൽ കൺട്രോൾ ചെയ്തുകൊണ്ട് നിർത്തും. സർവേന്ദ്രിയോപശാന്ത്യാച്ച എന്ന് പറയുന്നത്. സർവ ഇന്ദ്രിയങ്ങളും. ഓക്കെ, നമുക്ക് മെയിൻ ആയിട്ട് എത്ര ഇന്ദ്രിയങ്ങളുണ്ട്? 5 ഇന്ദ്രിയങ്ങൾ. ഈ 5 ഇന്ദ്രിയങ്ങളും കൺട്രോൾ ചെയ്തുകൊണ്ട് ഭഗവത് ഭക്തി ചെയ്യണം. പിന്നെ എന്താണ് ഇതെല്ലാം ചെയ്തുകൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇതെല്ലാം ചെയ്തുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് തുഷ്യത്യാസു ജനാർദ്ദന. തുഷ്യത്യാസു ജനാർദ്ദന എന്ന് വെച്ച് കഴിഞ്ഞാല് ഭഗവാനെ ക്ഷണം, അതായത് വളരെ ഈസി ആയിട്ട് സംതൃപ്തനാക്കാൻ സാധിക്കും. അങ്ങനെ സംതൃപ്തനാകുമ്പോൾ, ഭഗവാൻ സംതൃപ്തനാകുന്ന മാത്രയില് ഭക്തന്മാർക്ക് മാത്രമേ അത് സാധിക്കൂ. അതുകൊണ്ട് ഭക്തന്മാരിൽ ഉണ്ടാവേണ്ട ഗുണങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അങ്ങനെ ഈ ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഭക്തി ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കാരണം ഹൈ ലെവൽ ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. അതാണ്
ചൈതന്യ മഹാപ്രഭു മറ്റാചാര്യന്മാര് നമ്മളിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മുടെ ആചാര്യന്മാര്, പ്രത്യേകിച്ച് രൂപ ഗോസ്വാമി, ഇവരെന്താണ് നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഭക്തി, അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഭക്തി ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രാപ്തരാക്കുന്നതാണ് ഇവരുടെ ആവശ്യം. അത് തന്നെയാണ്. എന്താണ്? ഭഗവത് സാക്ഷാത്കാരം നമുക്ക് തരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് അവര്. അതിനാണ് ഭക്തിരസാമൃത സിന്ധു എന്ന് പറഞ്ഞ പുസ്തകം നമ്മൾ പഠിക്കാൻ കാരണം. ഈ പുസ്തകത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് മെയിനായിട്ട് അതിൽ ഒരേ ഒരു ശ്ലോകത്തെ കുറിച്ചാണ് കൂടുതലായിട്ട് എംഫസൈസ് ചെയ്യുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അന്യാഭിലാഷിതാശൂന്യം ജ്ഞാന കർമ്മ ആദി അനാവൃതം ആനുകൂല്യേന കൃഷ്ണാനു ശീലനം ഭക്തിരുത്തമം. ഈ ഒരു ശ്ലോകത്തെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട്, അതായത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഈ ഭക്തി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാപ്തരാകണമെങ്കിൽ നമ്മളിൽ ചില ഗുണങ്ങൾ ഉണ്ടാവണം. ആ ഗുണങ്ങളാണ് നമുക്ക് ശ്രീമദ് ഭാഗവതത്തില് 4-ാമത്തെ സ്കന്ധത്തില് 17-ാമത്തെ അധ്യായത്തില് 16-ാമത്തെ ശ്ലോകത്തില് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ഇത് നാരദര് പ്രജേതസുകളോട് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഈ ശ്ലോകം പ്രജേതസുകൾക്ക്, ശ്രീമദ് ഭാഗവതത്തില് 4-ാമത്തെ സ്കന്ധത്തില് പ്രജേതസുകൾക്ക് നാരദ മുനി പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇത്രയും മനസ്സിലായോ? ഇപ്പൊ 4-ാമത്തെ വരി പറഞ്ഞില്ലല്ലോ. തുഷ്യത്യാസു ജനാർദ്ദന. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഭഗവാനെ സംതൃപ്തനാക്കാൻ സാധിക്കും. തുഷ്യത്യാസു ജനാർദ്ദന. ഇപ്പൊ 4 ലൈന്. ദയാ സർവഭൂതേഷു സന്തുഷ്ട്യ യേന കേനവ സർവേന്ദ്രിയോപശാന്ത്യാച്ച തുഷ്യത്യാസു ജനാർദ്ദന. ഇതാണ് ഈ ശ്ലോകം. അപ്പൊ ഇതില് 4 ലൈന്, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ശ്ലോകമാണത്. പക്ഷെ ഇതിന്റെ മീനിങ്സ് നമുക്ക് വീണ്ടും വീണ്ടും സംസാരിക്കാൻ, നമ്മളതിനെ വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് സംസാരിപ്പിക്കാൻ വെച്ചുകൊണ്ടേയിരിക്കും. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശ്ലോകമാണ്. അപ്പോ അത് ആദ്യത്തെ ശ്ലോകം, അതായത് എന്താണ് പറയണത്? ഈ ശ്ലോകം എന്താണ് പറയണത്? ദയയാ സർവഭൂതേഷു സന്തുഷ്ട്യ യേന കേനവ സർവേന്ദ്രിയോപശാന്ത്യാച്ച തുഷ്യത്യാസു ജനാർദ്ദന. അപ്പൊ ഈ ശ്ലോകം ഇത് നമ്മൾ ഇംബൈബ് ചെയ്യണം. കാരണം എന്താന്ന് വെച്ചാൽ ഈ ഗുണങ്ങൾ നമ്മളിൽ കൊണ്ടുവരണം. നമ്മുടെ വീട്ടില്, ഭക്തന്മാരുടെ വീട്ടിലൊക്കെ ശ്രീല ഭക്തി വിനോദ് ഠാക്കൂർ പറയാറുണ്ട്, എൻ്റെ വീട് വൃന്ദാവനമാണ്. കാരണം എന്താണ്? അവിടെ ഭഗവാന്റെ വർഷിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ വീടുകളിലൊക്കെ, ചിലരുടെ വീടുകളിൽ ഭക്തന്മാരായതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും. അല്ലാത്തവരുടെ വീട്ടില് സ്വപ്രതിഷ്ഠയാണുള്ളത്. അത് ഞാനാണെല്ലാം, എന്നെ പൂജിക്കൂ. ഹിരണ്യകശിപു പറയണത് ഞാനാണ് വലുത്. പക്ഷെ ഭക്തന്മാര് മനസ്സിലാക്കി കഴിഞ്ഞു, ഞാനല്ല. ഞാൻ ഇല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാൻ പറ്റും. ഞാൻ എന്ന ഭാവമില്ല എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഭഗവത് ധാമത്തിലേക്ക് പോകാൻ സാധിക്കും. ഞാൻ ഇല്ലാതെയാവണം. ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈഗോ എന്നാണ് അർത്ഥം.
ഈഗോ ഇല്ലാതെയായി കഴിഞ്ഞാല് നമുക്ക് തീർച്ചയായിട്ടും ഭഗവത് ധാമത്തിലേക്ക് പ്രവേശനമുണ്ട്. അപ്പൊ ഈ ഞാനെന്ന ഭാവം, എല്ലാം ഞാനാണ്, കർത്താവും ഞാനാണ്, ഭോക്താവും ഞാനാണ് എന്നുള്ള ചിന്ത നമ്മളിൽ ഉണ്ടാവാതിരുന്നെങ്കിൽ ദാറ്റ് ഈസ് ദ ബെസ്റ്റ്. അപ്പോ നമുക്ക് കാണാൻ സാധിക്കും, നിങ്ങൾ ഉടുപ്പി കൃഷ്ണന്റെ കഥ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? ഉടുപ്പിയില് അവിടെ ഒരു ഉത്തമ ഭക്തൻ ഉണ്ടായിരുന്നു. അവരുടെ പേര് കനകദാസർ എന്നാണ്. ഈ കനകദാസൻ ഒരു ശൂദ്ര കുടുംബത്തില് പിറന്നിട്ടുള്ളവനാണ്. അവരുടെ വ്യവസായം, അതായത് കൃഷി ചെയ്യലാണ് അവരുടെ ജോലി. കൃഷി ചെയ്തിട്ട് അതിന്റെ ആദായം രാജാവിന്റെ ഖജനാവിലേക്ക് അടയ്ക്കണം, ടാക്സ് അടച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കനകദാസന്റെ അച്ഛൻ അവിടെ വളരെ ഒരു വലിയൊരാളാക്കിയിട്ട് രാജാവ് പ്രതിഷ്ഠിക്കുകയാണ്. അപ്പൊ ഈ കനകദാസന് കൃഷ്ണനോട് ഭയങ്കര ഭക്തിയാണ്. കനകദാസന്റെ അച്ഛൻ ഒരു ജമീന്ദാറായിരുന്നു ആ സമയത്ത്. കാരണം അദ്ദേഹം കൃഷി ചെയ്തുകൊണ്ടിരുന്നു. കൃഷി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് രാജാവിന് ഇതായി, രാജാവ് അദ്ദേഹത്തിന് ഒരു ജമീന്ദാറാക്കി മാറ്റി. അപ്പൊ മറ്റുള്ളവരെല്ലാം കപ്പം കൊടുക്കേണ്ടത് ആർക്കായി? ഈ കനകദാസന്റെ അച്ഛനായി. അങ്ങനെ കനകദാസന്റെ അച്ഛൻ എല്ലാവരെയും കരം പിരിച്ചുകൊണ്ട് അത് ഖജനാവിലേക്ക് അടയ്ക്കുന്നുണ്ട്. ഇത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ചിലവർക്ക് അത് ഇഷ്ടപ്പെടാതെ അവരെന്ത് ചെയ്യുന്നു? ഈ കനകദാസന്റെ അച്ഛനെ ഇല്ലാതെയാക്കുകയാണ്. അവസാനം കനകദാസൻ ഒന്നുമില്ല. കനകദാസൻ സാധാരണക്കാരനായി തീർന്നു. ജമീന്ദാരുടെ മകൻ സാധാരണക്കാരനായി തീർന്നു. എന്നിട്ട് ഈ കനകദാസൻ എന്ത് ചെയ്യാണ്? തന്റെ കൃഷിയിടത്തിൽ വീണ്ടും കൃഷി ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പൊ അദ്ദേഹത്തിനോട് പറഞ്ഞു, നീ ഇത്രയും വലിയ ആളുകളൊക്കെ പറഞ്ഞു, നീ ഇത്രയും വലിയ പൊസിഷനിൽ ഇരുന്ന ഒരു വ്യക്തിയാണ്, അതായത് ഒരു ജമീന്ദാരുടെ മകനായിട്ടിരുന്നിട്ടാണ്, നിനക്കൊരു കഷ്ടവും തോന്നുന്നില്ലേ ഇത് ചെയ്യുമ്പോഴെന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്തിനാണ് കഷ്ടപ്പെടുന്നത്? എല്ലാം ഭഗവാന്റെ ഇച്ഛയാണ്. ഭഗവാന്റെ ഇച്ഛയുള്ളത് കൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു. അതുകൊണ്ട് ഞാനൊന്നും കഷ്ടപ്പെടുന്നില്ല, എനിക്ക് ആ പ്രശ്നമേ ഇല്ല എന്ന് പറഞ്ഞിട്ട് കനകദാസ് എന്ത് ചെയ്യാണ്? തന്റെ ഭക്തിയും അതേമാതിരി കർമ്മവും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഭഗവാൻ അത് ഇഷ്ടായില്ല. ഭഗവാൻ പറഞ്ഞു കനകദാസനോട്, കനകദാസ, നമുക്ക് നമ്മുടെ നാരദമുനിക്ക് അമ്മ മാത്രമായിരുന്നത് പോലെ കനകദാസനും ആകെ കൂടി അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയോട് വളരെയധികം സ്നേഹമുണ്ടായിരുന്നു. അങ്ങനെ കനകദാസന്റെ അമ്മയും എന്തു ചെയ്യാണ്? മരിച്ചു പോവുകയാണ്. അമ്മയും മരിച്ചു പോകുന്നു. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് കനകദാസനെ, അതായത് കനകദാസ് നല്ല ഭക്തിയൊക്കെ ചെയ്തിട്ട് അദ്ദേഹം ഈ ഭക്തന്മാരുടെ കൂടെ, അതായത് അദ്ദേഹം കൃഷി ചെയ്യുന്ന സമയത്ത് എല്ലാവരുടെ കൂടെ നിന്നുകൊണ്ട് ഭഗവാനെ കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കിയിട്ട് അവർക്കെല്ലാം കനകദാസനിൽ ഭയങ്കരമായിട്ടുള്ള എന്തുണ്ടായി? ബഹുമാനമുണ്ടായി. ഇത് രാജാവിന് മനസ്സിലായി. അങ്ങനെ രാജാവ് കനകദാസനെ ജമീന്ദാരാക്കുകയാണ്. അങ്ങനെ ജമീന്ദാരായിരുന്ന സമയത്ത് ഇത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവരുടെ കൂടെയുള്ള മറ്റു ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവര് ഒരു ദിവസം എന്ത് ചെയ്യാണ്? കനകദാസിനെ കൊല്ലാൻ ശ്രമിക്കുന്നു. അങ്ങനെ കനകദാസിനെ കൊല്ലാൻ ശ്രമിച്ചിട്ട് കനകദാസ് മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അവിടെ. പ്രത്യക്ഷപ്പെട്ടിട്ട് ഭഗവാൻ പറയുന്നു, കനക, ഈ ഭൗതികമെല്ലാം വിട്ട് നീ എന്റെ ഭക്തനായി തീര്. ഇനി നീ ജനങ്ങൾ, അതായത് നീ ഒരു ജമീന്ദാരാണ്, നീ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇനി അങ്ങനെ വേണ്ട. ഇനി നീ നിനക്കായി പ്രവർത്തിക്കൂ. നിനക്കായി പ്രവർത്തിക്കൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കൂ എന്ന് ഭഗവാൻ കനകദാസന് സ്വപ്നത്തില് എന്ത് ചെയ്യാണ്? പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ആ സമയത്ത് കനകദാസന്റെ അമ്മ മരിച്ചു പോകുന്നു.
കനകദാസൻ അമ്മയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. എങ്ങനെയായിരുന്നു നാരദമുനി, അതേമാതിരി തന്നെ ആയിരുന്നു. അങ്ങനെ കനകദാസര് എല്ലാം വിട്ടുകൊണ്ട് തീർത്ഥാടനത്തിന് പോവുകയാണ്. അങ്ങനെ തീർത്ഥാടനത്തിന് പോയിട്ട് കനകദാസ് ഉടുപ്പിയിലെത്തി. ഉടുപ്പി മഠത്തില് അവിടുത്തെ ആചാര്യനായിട്ടുള്ള അദ്ദേഹത്തിന് കനകനെ കുറിച്ചറിയാം. അപ്പൊ അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കനകൻ വരികയാണ്. കനകൻ വരുന്ന സമയത്ത് ബ്രാഹ്മണന്മാരായിട്ടുള്ള അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് കനകനെ എന്ത് ചെയ്യുന്നില്ല, ആശ്രമത്തിലേക്ക് മഠത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല, എൻട്രി കൊടുക്കുന്നില്ല കനകന്. അങ്ങനെ ആചാര്യര് വെളിയിൽ വന്നിട്ട് കനകനെ കണ്ടിട്ട് വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് കനകനെ കൊണ്ടുപോകുന്നു. അങ്ങനെ കനകനെ കൊണ്ടുപോയപ്പോൾ മറ്റുള്ള ബ്രാഹ്മണ ശിഷ്യന്മാർക്കെല്ലാം ഭയങ്കര ദേഷ്യമായി. കനകദാസ് ഭയങ്കര അധികം പാണ്ഡിത്യമുള്ള ആളായിരുന്നു, ഭയങ്കര അധികം പാണ്ഡിത്യം. കനകദാസിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമായിരുന്നു. അപ്പൊ കനകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ശ്രേഷ്ഠനായിട്ടുള്ള ഒരു ഭക്തനാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അപ്പൊ ഒരു ദിവസം അദ്ദേഹത്തിന് ഇവിടെ ഉടുപ്പിയില് ഒരു വലിയൊരു ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കനകദാസനും അത് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായി. അദ്ദേഹം അങ്ങോട്ട് പോയ സമയത്ത് വീണ്ടും ഈ ബ്രാഹ്മണന്മാരായിട്ടുള്ള ശിഷ്യന്മാർ അവിടെ വന്നിട്ട് കനകദാസിന് എന്തു കൊടുക്കുന്നില്ല, ക്ഷേത്രത്തിലേക്ക് പ്രവേശനം നിഷേധിച്ചു. അങ്ങനെ കനകദാസന് ക്ഷേത്രത്തിന്റെ പിന്നിലിരുന്ന് ഭഗവാനെ കുറിച്ചിട്ട് ഇങ്ങനെ പാടി, എനിക്ക് എപ്പോഴാണ് നിന്റെ ദർശനം ഉണ്ടാവുക, എന്തിനാണ് എന്നെ പരീക്ഷിക്കുന്നത്, ഞാൻ ശൂദ്രനാണ്, പക്ഷേ എന്തിനാണ് എന്നെ പരീക്ഷിക്കുന്നത്, എനിക്ക് അങ്ങയുടെ ദർശനം തന്നൂടെ എന്ന് പറയുന്ന മാത്രയില് ആ ഗർഭഗ്രഹത്തിന്റെ പിൻഭാഗം ഇടിഞ്ഞു പൊളിഞ്ഞ് ഭഗവാൻ തിരിഞ്ഞു നിന്ന് കനകന് എന്തു കൊടുക്കുന്നുണ്ട്, കനകന്റെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ കനകന് ദർശനം കൊടുക്കുന്നു ഭഗവാൻ. അതിപ്പോഴും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ചെറിയ ഹോളിലൂടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഭഗവാനെ കാണാൻ സാധിക്കും നിങ്ങൾക്ക്. അപ്പോ ശ്രേഷ്ഠമായിട്ടുള്ള ഭക്തന്മാരെല്ലാം ത്യജിച്ചുകൊണ്ട് ഒരേ ഒരു ചിന്തയോട് കൂടിയിട്ട് നമ്മുടെ ഗോള് ഒന്നാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവത് സാക്ഷാത്കാരമാണ് എന്ന ചിന്തയോട് കൂടിയിട്ട് നമ്മൾ ഭക്തി ചെയ്തു കഴിഞ്ഞാല് തീർച്ചയായിട്ടും ഈ ജന്മത്തിൽ തന്നെ നമുക്ക് ഭഗവത് സാക്ഷാത്കാരം ഉണ്ടാകും, സംശയമില്ല. അപ്പൊ ഈ ദയയോടെയുണ്ട് 1 അല്ല 2 ശ്ലോകങ്ങളും നമുക്ക് ഭഗവത്ഗീതയിൽ നിന്ന് എടുക്കാൻ സാധിക്കും, ഇതിനോട് കണക്റ്റഡ് ആയിട്ടുള്ളത്. അത് 12ാമത്തെ അധ്യായത്തിലാണ്. 12ാമത്തെ അധ്യായത്തില് 12, 13 2 ശ്ലോകങ്ങൾ. അദ്വേഷ്ട സർവഭൂതാന മൈത്ര കരുണ ഏവച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി സന്തുഷ്ട സതതം യോഗി. അവിടെയും പറയുന്നുണ്ട് സന്തുഷ്ടനായിരിക്കണം യോഗി എന്ന്. ഇത് തന്നെയാണ് ഭാഗവതത്തിലും കൺഫേം ചെയ്യുന്നത്. അപ്പൊ ഈ ശ്ലോകങ്ങളൊക്കെ നിങ്ങൾ ചേർത്ത് വെക്കുകയാണെങ്കിൽ, ഈ ശ്ലോകങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഇതാക്കിക്കൊണ്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഭക്തിയിൽ മുന്നേറാൻ സാധിക്കും. ഭക്തിയിൽ നമ്മൾ മുന്നേറണമെങ്കിൽ കുറച്ച് ജ്ഞാനം അത്യാവശ്യമാണ് ഭഗവാനെ കുറിച്ചിട്ടുള്ളത്. നിങ്ങൾ ജ്ഞാനികളാകണം എന്ന് പറയുന്നില്ല, ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ പ്രിയ ഭക്തജനങ്ങളെ നമുക്ക് ഭക്തി രസാമൃത സിന്ധു കൂടുതലാക്കിയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയും എന്നിട്ട് ഭക്തിയിൽ മുന്നേറാൻ സാധിക്കുകയും ചെയ്യാം. അതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ. അതായത് ഭക്തന്മാർ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരെ എങ്ങനെ ആ അഴുക്കിൽ നിന്നും ശുദ്ധമായിട്ടുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവരാം എന്നുള്ള ചിന്തയാണ്. അതായത്
ഭൗതിക ലോകമാകുന്ന അഴുക്കിൽ നിന്നും ആത്മീയ ലോകമാകുന്ന ശുദ്ധമായ ലോകത്തിലേക്ക് മനുഷ്യന്മാരെ അല്ലെങ്കിൽ ജീവികളെ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ് ഭക്തന്മാർ മെഡിറ്റേറ്റ് ചെയ്യുന്നത്. അതാണ് അവരുടെ ആഗ്രഹങ്ങള്. അപ്പോ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഭക്തി ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഭക്തി ചെയ്തെങ്കിൽ നിങ്ങളിൽ മാറ്റങ്ങൾ അനിവാര്യമാണ്, മാറ്റങ്ങൾ ഉണ്ടാകും. ആ മാറ്റങ്ങള് മറ്റുള്ളവർക്ക് പ്രചോദനം കൊടുക്കും. അങ്ങനെ നമ്മുടെ ഈ പ്രസ്ഥാനം, അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി എന്ന് പറഞ്ഞ പ്രസ്ഥാനം ലോകത്തിൽ എല്ലായിടത്തും സ്പ്രെഡ് ആവും. അതാണ് ശ്രീല പ്രഭുപാദ് എന്ന് പറഞ്ഞ ആചാര്യൻ ആഗ്രഹിക്കുന്നത്. ഈവൻ ചൈതന്യ മഹാപ്രഭു ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. അതാണ് അദ്ദേഹം ചൈതന്യ ചരിതാമൃതത്തിൽ പറയണത്, ജാരേ ദേഹോ താരേ കഹോ കൃഷ്ണ ഉപദേശ്. എവിടെ നോക്കിയാലും ആരെ കണ്ടാലും കൃഷ്ണനെ കുറിച്ചുള്ള ഉപദേശം പറഞ്ഞു കൊടുക്കൂ എന്നാണ് പറയണത്. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങള് നിങ്ങൾക്ക് മനസ്സിലായോ? ഹരേ കൃഷ്ണ പ്രഭു. ഭാഗവത്തിലെ പിന്നെ 4-ാമത്തെ സ്കന്ധത്തിലെ ഏതാണ് ചാപ്റ്റർ മനസ്സിലായില്ല പ്രഭു? ഏതാണ്? 17-ാമത്തെ ചാപ്റ്ററില്. പ്രഭു അധ്യായം 31. സോറി തെറ്റ് പറഞ്ഞു ഞാൻ കേട്ടോ. നാലാമത്തെ സ്കന്ധത്തില് 31-ാമത്തെ ഞാൻ അധ്യായത്തില് നോക്കിയപ്പോ അതിനകത്ത് കണ്ടില്ല പ്രഭു. ഞാൻ നോക്കി, പക്ഷെ അതിനകത്ത് കണ്ടില്ല. 19 ശ്ലോക സംഖ്യ 19. സോറി 16 എന്ന് ഞാൻ പറഞ്ഞതാണ്. അങ്ങനെയാ പ്രഭു പറഞ്ഞത്. അത് ആ തെറ്റായി. 19 ശ്ലോക സംഖ്യ 19. ഈ 16ഉം വളരെ ഈ എന്താണ് പറയണത്, ഇതില് ഈ 4-ാമത്തെ സ്കന്ധത്തില് 31-ാമത്തെ അധ്യായത്തില് 10, 11, 12 അത് മുതല് ഈ 19 വരെയുള്ള ശ്ലോകങ്ങള് ഇമ്പോർട്ടന്റ് ശ്ലോകങ്ങളാണ്. ഇത് പ്രചേതസ്സുകളും അതേമാതിരി നാരദരും തമ്മിലുള്ള സംവാദത്തിലാണ്. എന്തൊക്കെയാണ് ഗുണങ്ങൾ ഉണ്ടായിരിക്കേണ്ടത്, ഈ പ്രചേതസ്സുകൾക്ക് എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് ഇത്രയും പറഞ്ഞത് ഓക്കെ ആണല്ലോ അല്ലെ? മനസ്സിലായിട്ടുണ്ടോ? ഹരേ കൃഷ്ണ. മനസ്സിലായി പ്രഭു. ഹരേ കൃഷ്ണ. ഈ ശ്ലോകമേ ദയാ സർവഭൂതേഷു സന്തുഷ്ട്യ യേന കേനവ എന്നാണോ പ്രഭു? അല്ല. ദയാ സർവഭൂതേഷു സന്തുഷ്ട്യ യേന കേനവ. അതായത് ഏത് തരത്തിലും നിങ്ങൾ സന്തോഷവാന്മാരായിരിക്കണം എന്നാണ് അതിന് മീനിങ്. ഹരേ കൃഷ്ണ പ്രഭു. ഈ